റഷ്യയുടെ പിന്തുണ എക്കാലത്തും ഇറാൻ ഉണ്ടായിരുന്നു. അദൃശ്യ ശക്തിയായി റഷ്യയുടെ പിന്തുണ എക്കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി നേരിട്ട് രംഗത്തേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. അതുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ഇറാൻ പിടിച്ചു നിൽക്കണം എങ്കിൽ ശക്തമായ ആവശ്യമായി വരുന്നു. ഇപ്പോൾ പല രീതിയിലുള്ള ഷെയറിംഗ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ റഷ്യയുടെ നൽകുന്ന വളരെ വാല്യുബിൾ ഇൻപുട്ട് ഇറാൻ ഉപയോഗിക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് ഇറാനോളം ആക്രമണം കടുപ്പിക്കാൻ തക്ക ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റൗണ്ട് ഓഫ് അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ UAE-യിലേക്ക് ആക്രമണം നടത്തുകയാണ്. അത് എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണങ്ങൾ നീളുമ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലെത്തി നിൽക്കുകയാണ് ഈ സമയത്ത്. അതെ, ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും സമാധാനം എത്രത്തോളം അകലെയാണ്. കാരണം യുദ്ധം പശ്ചിമേഷ്യ ആകെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഇന്ന് കേരളത്തിൽ പോലും അതിന്റെ ഒരു അലയൊലികൾ അതിങ്ങെത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു മേഖല യുദ്ധമായി പരിണമിക്കും എന്ന് ഇറാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അത് ആ മേഖല, മധ്യ പൗരസ്ത്യ മേഖല ആകമാനം കലുഷിതമാകും എന്ന ഇറാന്റെ ഒരു മുന്നറിയിപ്പ് അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഗ്ലോബൽ ഇമ്പാക്ട്, അതായത് സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്ട്, അത് കേരളത്തിന്റെ സമുദ്ര വ്യവസ്ഥയെ തന്നെ ബാധിക്കാവുന്ന, ഇന്ത്യയുടെ തന്നെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കാവുന്ന രീതിയിൽ, ലോകത്തിന്റെ തന്നെ ഊർജ്ജ സുരക്ഷാ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കാവുന്ന രീതിയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു നയതന്ത്ര നീക്കങ്ങൾ, പല തലങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നു. സമാന്തരമായി ഇറാന്റെ ഭാഗത്തുനിന്ന് ചില പ്രഖ്യാപനങ്ങൾ വരുന്നു. റഷ്യൻ, ചൈനീസ് കപ്പലുകൾക്ക് സ്വാഗതം എന്നാദ്യം പറയുന്നു. അമേരിക്കൻ, ഇസ്രായേലി കപ്പലുകൾ ഒഴികെയുള്ള മറ്റെല്ലാ കപ്പലുകൾക്കും തീർച്ചയായും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കടന്നു വരാം. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടെയോ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ജലയാനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ തങ്ങൾ ആക്രമിക്കില്ല എന്ന ഉറപ്പാണ് ഇറാന്റെ ഭാഗത്ത് നൽകുന്നത്. അത് എത്രത്തോളം സ്ഥിരീകരിക്കാവുന്നതാണ് എന്നറിയില്ല. ധൈര്യസമേതം കപ്പലുകൾക്ക് എണ്ണയുമായി അല്ലെങ്കിൽ പ്രകൃതിവാതകവുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. കാരണം യുദ്ധത്തിന് ക്രോസ് ഫയർ ഇടയ്ക്ക് കപ്പലുകൾക്ക് വിട്ടുപോകാനാവില്ലല്ലോ. അത് മാത്രമല്ല ഇറാന്റെ കരയിൽ നിന്നും വളരെ അകലെ അല്ലാത്ത സ്ഥലമാണ് ഹോർമൂസ്. അതുകൊണ്ട് കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന മിസൈലുകൾ അബദ്ധത്തിൽ ഏതെങ്കിലും കപ്പലുകൾ പതിച്ചാൽ ഹോർമൂസിന് കുറുകെ മിസൈലുകൾ മൂളിപ്പറക്കുകയാണ്. ഹോർമൂസിന് കുറുകെയും പേർഷ്യൻ ഗൾഫ്, എൻറ്റയർ പേർഷ്യൻ ഗൾഫിന് കുറുകെയും അങ്ങനെയുള്ള GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. അത് മാത്രമല്ല ഇൻഷുറൻസ് തുക വളരെ കൂടുതലുമാണ്. ആ ഗതാഗതത്തിന് റിസ്ക് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ എണ്ണ കമ്പനികളുടെ ടാങ്കറുകൾ വളരെ വലിയ ഇൻഷുറൻസ് തുകയാണ് ഈടാക്കുന്നത്. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സങ്കീർണമായ അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പോഴും മധ്യപൗരസ്ത്യ പ്രദേശം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.